മേഘങ്ങളെക്കുറിച്ചിട്ടുള്ള അവസാനത്തെ വീഡിയോയാണിത്. മൂന്നാമതായി നോക്കാൻ പോകുന്നത് നിംബസ് മേഘങ്ങൾ. ഭൗമോപരിതലത്തിന് മുകളിൽ ഇരുണ്ട ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന കനം കൂടിയ മേഘങ്ങളാണ് നിംബസ് മേഘം. അപ്പോൾ നിംബസ് മേഘത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഇരുണ്ട ചാരനിറം അല്ലെങ്കിൽ കറുത്ത നിറം. നിംബോസ്ട്രാറ്റസ് മേഘമാണ് മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാവുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ കണ്ടുവരുന്ന മിക്ക മേഘങ്ങളും നിംബോസ്ട്രാറ്റസുകളാണ്. മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബോസ്ട്രാറ്റസ് മേഘമാണ്. അടുത്തതായിട്ട് സ്ട്രാറ്റസ് മേഘം. ഭൗമ ഉപരിതലത്തോട് ചേർന്ന് ആകാശത്ത് തിരശ്ചീനമായി ഷീറ്റുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്ന മേഘമാണ് സ്ട്രാറ്റസ് മേഘം. ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘമാണ് മൂടൽമഞ്ഞ്. ശൈത്യകാല മേഘങ്ങളെന്നും സ്ട്രാറ്റസ് മേഘത്തെ പറയാറുണ്ട്. ഈ സ്ട്രാറ്റസ് മേഘങ്ങളിൽ ഉദയാസ്തമയ വേളകളിലെ ചുവന്ന സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് ചെമ്മാനം കാണപ്പെടുന്നത്. നേർത്ത മഴയ്ക്ക് കാരണമാവുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. രാത്രികാലങ്ങളിൽ ദൃശ്യമാകുന്നതാണ് സ്ട്രാറ്റസ് മേഘം. മോശം കാലാവസ്ഥയിലും മഴച്ചാറ്റുള്ള അവസരങ്ങളിലും ദൃശ്യമാകുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘം. ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നോക്ടിലുസൻ്റ് മേഘങ്ങൾ. പൊതുവെ ധ്രുവ പ്രദേശങ്ങളിലാണ് ഇവ ദൃശ്യമാകുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘം. ഓസോൺ പാളിയിൽ വിള്ളൽ രൂപം കൊള്ളുന്നതിൽ നാക്രിയസ് മേഘങ്ങൾക്ക് പങ്കുണ്ട്. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങളെ ബാനർ മേഘമെന്ന് വിളിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിന് മുകളിലായി മേശവിരി പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഇതിനുദാഹരണമാണ്. സമ്മർദ്ദം കൂടിയ ഗ്യാസ്, കരിപ്പൊടി, ചാരം ഇതെല്ലാം കാരണം രൂപപ്പെടുന്ന മേഘമാണ് ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ്. അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്ന മേഘമാണ് ബ്രൗൺ ക്ലൗഡ്. ലെൻസിൻ്റെ ആകൃതിയിലുള്ള ലെൻറ്റിക്കുലാർ മേഘങ്ങളാണ് പറക്കും തളിക മേഘങ്ങൾ അല്ലെങ്കിൽ ഫ്ലൈയിങ് സോസർ എന്നറിയപ്പെടുന്നത്. ക്ലൗഡ് ഫീൽഡ് എന്നാൽ ഒരു കൂട്ടം മേഘങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ സ്ട്രാറ്റസ് മേഘം എന്ന് പറയുന്നത് ഈ ഭൗമോപരിതലത്തോട് ചേർന്ന് ആകാശത്ത് തിരശ്ചീനമായി ഷീറ്റുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്നതാണ്. ഈ ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘം മൂടൽമഞ്ഞാണ്. ശൈത്യകാല മേഘങ്ങളെന്ന് പറയാം ഇതിനെ. രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന മേഘമാണിത്. നേർത്ത മഴയ്ക്ക് കാരണമാകുന്നു. മോശം കാലാവസ്ഥയിലും മഴച്ചാറ്റുള്ള അവസരങ്ങളിലും ദൃശ്യമാകുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നോക്ടിലുസൻ്റ് മേഘം. ഇതൊക്കെ ധ്രുവ പ്രദേശങ്ങളിലാണ് ദൃശ്യമാവുന്നത്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന മേഘമാണ് നാക്രിയസ് മേഘം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഈ ഓസോൺ പാളിയിൽ വിള്ളൽ രൂപം കൊള്ളുന്നതിൽ നാക്രിയസ് മേഘങ്ങൾക്ക് പങ്കുണ്ട്. ഉയർന്ന മലകൾ, പർവ്വതങ്ങൾ അതിൻ്റെയൊക്കെ മുകളിൽ കാണുന്ന മേഘമാണ് ബാനർ മേഘം. ഇതിനുദാഹരണമാണ് സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിന് മുകളിലായിട്ട് കാണപ്പെടുന്ന മേശവിരി പോലുള്ള മേഘം. സമ്മർദ്ദം കൂടിയ ഗ്യാസ്, കരിപ്പൊടി, ചാരം ഇതൊക്കെ കൊണ്ട് രൂപപ്പെടുന്ന മേഘമാണ് ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ്. അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്ന മേഘമാണ് ബ്രൗൺ ക്ലൗഡ്. ലെൻറ്റിക്കുലാർ ആകൃതിയിലുള്ള മേഘം അതാണ് പറക്കും തളിക മേഘങ്ങൾ. ക്ലൗഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മേഘം എന്നാണ് അർത്ഥം. എന്നാൽ മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘമാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്